നിയമം പാലിച്ചും നികുതി അടച്ചും ജീവിക്കുന്ന പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഏതൊരു സർക്കാരിൻ്റെയും പരമമായ ഉത്തരവാദിത്തമാണ്. ഇത്തരമൊരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ഏറെ ഖേദത്തോടെ നാം പറയേണ്ടി വരുന്നു. 2024 ജൂലൈ 30-നാണ് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ നടുക്കിയ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായത്. 400-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായ 1500-ഓളം വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിച്ചുപോയ പ്രകൃതിയുടെ താണ്ഡവമാണ് വയനാട്ടിൽ നാം കണ്ടത്. എന്നാൽ ഈ ദുരന്ത ബാധിതർക്ക് ഈ അപകടം കഴിഞ്ഞ് 10 മാസം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ പോലും കാര്യക്ഷമമായ എന്തെങ്കിലും ഒരു ആശ്വാസം നൽകുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ സർക്കാർ 3ാം തുടർഭരണം നേടുന്നതിനെക്കുറിച്ച് അണികളും ആരാധകരും പ്രഘോഷണങ്ങളും പ്രചാരണങ്ങളും നടത്തുമ്പോൾ എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ഈ സർക്കാരിനെ 3ാമതും തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കേരളത്തിലെ ഓരോ ജനങ്ങളും ഓർക്കേണ്ടതാണ്. സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൽ നിന്നോ കടമെടുത്തോ ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ നിധിയിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും കോർപ്പറേറ്റുകളും സർക്കാർ ജീവനക്കാരും എല്ലാം ചേർന്ന് സംഭാവന ചെയ്തത് 749 കോടിയാണ്. ഇത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പേരിൽ മാത്രം ആ ജനങ്ങളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി മാത്രം ജനങ്ങൾ സംഭാവന ചെയ്ത പണമാണ്. ഈ ദുരന്തമുണ്ടായി 10 മാസം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഇതിൽ നിന്ന് കേവലം 38 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. പുനരധിവസിക്കപ്പെടുന്ന ആളുകൾക്ക് വാടക നൽകുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി സഹായധനം നൽകും എന്ന പ്രഖ്യാപനവും പാഴ്വാക്കായി എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉപജീവനമാർഗം, കൃഷി ഉൾപ്പെടെയുള്ള ഉപജീവനമാർഗം നഷ്ടമായ ആളുകൾക്ക് ഒരു വരുമാനം നൽകുവാനുള്ള ഒരു സംവിധാനവും സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല എന്നതും നാം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ 749 കോടി രൂപയിൽ സർക്കാർ കേവലം 38 കോടി രൂപ മാത്രമാണ് ഈ ജനങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെലവാക്കിയത് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ കഴിവുകേടും കെടുകാര്യസ്ഥിതിയും അല്ലാതെ അതിനെ മറ്റെന്തായിട്ടാണ് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുക? നോക്കൂ, ഈ 749 കോടി രൂപ മാത്രമല്ല വയനാട് ജനതയുടെ പുനരധിവാസത്തിന് സർക്കാരിൻ്റെ കയ്യിലുള്ളത്. നേരെ മറിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേന്ദ്രം നൽകിയ 290 കോടി രൂപ ഉൾപ്പെടെ മറ്റൊരു 750 കോടി രൂപയോളം നീക്കിയിരിപ്പുണ്ട്. ഈ രണ്ട് തുകകളും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഏകദേശം 1500 കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഈ ദുരന്ത ബാധിതരെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ മറ്റൊരു കണക്ക് കൂടി നാം പരിഗണിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം നൽകിയ കണക്കുകൾ അനുസരിച്ച് 2200 കോടി രൂപയാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിൻ്റെ പുനരുദ്ധാരണത്തിനും ജനങ്ങളുടെ പുനരധിവാസത്തിനും ആവശ്യമായി വരുന്നത്. അതിൻ്റെ 70% തുക ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ട് അത് ചെലവഴിക്കാതെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ അനാഥരാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഈ പുനരധിവാസത്തിന് വേണ്ടി ഒരു കാര്യക്ഷമമായ നടപടിയും സ്വീകരിക്കാതെ സർക്കാരിൻ്റെ ഇഷ്ടക്കാരായ ഊരാളുങ്കൽ കോർപ്പറേഷന് വേണ്ടി ടെൻഡറിൽ വീട് നിർമ്മാണത്തിൽ കൃത്രിമം കാണിക്കുന്ന ഒരു സർക്കാരിനെ 3ാമതും അധികാരത്തിലേറ്റണോ വേണ്ടയോ എന്നുള്ള ചോദ്യം കേരളം മനസാക്ഷിക്ക് മുമ്പിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.